ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഭക്തിനിർഭരമായ മനസാക്ഷിയോടെ താഴെ പറയുന്ന കാര്യങ്ങൾ ശീലിക്കുന്നത് ഉത്തമമാണ്. 1. നാമജപവും മന്ത്രോച്ചാരണവും. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് നാമജപമാണ്. ഏതു സമയത്തും എവിടെ വെച്ചും നമുക്ക് ഭഗവാനെ സ്മരിക്കാം. മഹാമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. അഷ്ടാക്ഷരമന്ത്രം ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ. 2. ഭാഗവത പാരായണം. ശ്രീകൃഷ്ണന്റെ ലീലകളും ഉപദേശങ്ങളുമടങ്ങിയ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കാൻ സഹായിക്കും. ദിവസവും ഒരധ്യായമെങ്കിലും വായിക്കുന്നത് പുണ്യമാണ്. 3. നിസ്വാർത്ഥമായ ഭക്തിയോഗം. ഭഗവാൻ ഭഗവദ്ഗീതയിൽ പറയുന്നതുപോലെ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. ചെയ്യുന്ന ഓരോ കാര്യവും കൃഷ്ണന് സമർപ്പിക്കുക. കൃഷ്ണാർപ്പണം. ഞാൻ എന്ന അഹംഭാവം വെടിഞ്ഞ് എല്ലാം ഈശ്വരനിശ്ചയമാണെന്ന് കരുതുക. 4. പൂജകളും വഴിപാടുകളും. തുളസീദളം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് തുളസിയാണ്. നിത്യവും തുളസിമാല സമർപ്പിക്കുന്നതോ തുളസി നനയ്ക്കുന്നതോ വലിയ അനുഗ്രഹമാണ്. നെയ്വിളക്ക്. സന്ധ്യാസമയത്ത് ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. വെണ്ണയും കൽക്കണ്ടവും. ബാലകൃഷ്ണന് വെണ്ണയോ കൽക്കണ്ടമോ നിവേദ്യമായി നൽകുന്നത് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ എളുപ്പവഴിയാണ്. 5. ഏകാദശി വ്രതം. വിഷ്ണുപ്രീതിക്കും കൃഷ്ണാനുഗ്രഹത്തിനുമായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. അന്നേ ദിവസം ധാന്യങ്ങൾ ഒഴിവാക്കി ഭഗവത്ചിന്തയോടെ ഇരിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കും. 6. സൽഗുണങ്ങൾ വളർത്തുക. മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും ജീവജാലങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നതുവഴി ഭഗവാൻ വേഗത്തിൽ പ്രസന്നനാകും. അസൂയ, ക്രോധം തുടങ്ങിയ ദുർഗുണങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. അതായത് ഒരു ഇലയോ പൂവോ പഴമോ അല്പം വെള്ളമോ ആകട്ടെ ഭക്തിയോടെ നൽകിയാൽ ഭഗവാൻ അത് സ്വീകരിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏതു രൂപത്തോടാണ് ബാലകൃഷ്ണൻ, പാർത്ഥസാരഥി, ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് കൂടുതൽ അടുപ്പം തോന്നാറുള്ളത്? വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.